ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനീർപ്പൂ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രമോയിൽ നമ്മളൊരു കണ്ട ഭാഗമാണ് നമ്മുടെ ആൻ്റണി രേവതിയോടുള്ള ശത്രുതയുടെ പേരിൽ തന്നെ രേവതിക്ക് വേദനിക്കണമെന്നാണെങ്കിൽ സച്ചിയെ ഇല്ലാതാക്കണമെന്നും എന്നേക്കുമായിട്ട് അവൾ ആ ഒരു ദുഃഖത്തിൽ ജീവിക്കണമെന്നും മാത്രമല്ല പിന്നീട് അവൾ തന്നെയായിട്ട് അവളുടെ ജീവൻ ഒടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെ സച്ചിയുടെ വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിക്കുന്നുണ്ടല്ലേ. അങ്ങനെ ഈ ഒരു അപകടത്തിന് ശേഷം, എന്നാൽ ഈ അപകടത്തിൽ നിന്ന് നമ്മുടെ സച്ചി രക്ഷപ്പെട്ട് വരുന്നുണ്ട്. അതിൻ്റെതായ വീഡിയോ ഞാൻ മുന്നത്തെ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊന്ന് കാണണം. അതിനുശേഷം നമ്മൾ സച്ചി ഇതിലും വലിയൊരു അപകടത്തിലേക്കാണ് ചാടുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ചെമ്പനീർപ്പൂ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്തിൽ തന്നെ സച്ചിയുടെ മറ്റൊരു ശത്രുവായി വന്നിരിക്കുന്നതാണ് അരുൺ, അതായത് ദേവുവിൻ്റെ കാമുകൻ. സച്ചിക്ക് അദ്ദേഹത്തോടുള്ള ദേഷ്യത്തേക്കാൾ 10 മടങ്ങാണ് അരുൺ സച്ചിയോടുള്ള ദേഷ്യം. തൻ്റെടിയായി തൻ്റെ സ്ഥാനത്തിന് യാതൊരുവിധ ബഹുമാനവും നൽകാതെ തന്നെ ഒരു പോലീസുകാരൻ്റെതായ രീതിക്ക് പോലും കാണാതെ എപ്പം നോക്കിയാലും തന്നെ മെക്കിട്ട് കയറാൻ നിൽക്കുന്ന ഒരു സ്വഭാവത്തോട് കൂടിയിട്ടാണ് അരുൺ നമ്മെ സച്ചിയെ കാണുന്നത്. എന്നാൽ ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രം നിൽക്കുന്ന സച്ചി ഉള്ളിൻ്റെ ഉള്ളിലൊരു ഈഗോ വെച്ച് നടക്കുന്ന അരുൺ നമ്മുടെ സച്ചി ഒരു കൊള്ളില്ലാത്തവനായി തന്നെയാണ് കരുതുന്നത്. അതേ രീതിയിൽ തന്നെയാണ് പല തവണകളായിട്ട് നമ്മുടെ സച്ചിയോടായിട്ട് അരുൺ പെരുമാറിയിരിക്കുന്നത്. അതിന് ഒന്നാമത്തെ തന്നെ ഉദാഹരണമാണ് നേരത്തെ സുധിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സമയത്ത് ഒരു കാരണമില്ലാതെ തന്നെ സച്ചിയോട് മെക്കിട്ട് കയറി അരുൺ ചെല്ലുന്നുണ്ടല്ലോ. അതായത് ആ ഒരു സമയത്താണെങ്കിൽ എന്തെങ്കിലും പോലീസ് കേസൊക്കെ ഉണ്ടാക്കി നമ്മുടെ സച്ചിയെ ഉള്ളിൽ കടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ നിന്നെല്ലാം തന്നെ നൈസായിട്ട് നമ്മുടെ സച്ചിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നത് രവിയാണ്. രവി കൃത്യമായ രീതിയിൽ തന്നെ ഇടപെട്ട് സച്ചിയെ ശാന്തനാക്കിയതിന് ശേഷം പുറത്തേക്കൊക്കെ ഇറക്കി വിടുന്നുണ്ടല്ലേ. അപ്പോൾ ആ ഒരു പകയും മാത്രമല്ല, നേരത്തെ തവണ നമ്മുടെ സച്ചിയുടെ വണ്ടി പിടിച്ചുകൊണ്ട് വന്നപ്പോൾ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, താൻ ഏത് വിധേനയും വണ്ടി ഇറക്കിക്കൊണ്ട് വരുമെന്ന് വാശിയോട് കൂടി തന്നെ സച്ചി പറയുന്ന സമയത്ത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നൊരു എന്താ പറയുക, ഭയങ്കര കോൺഫിഡൻറ്റോടെ തൻ്റെ യൂണിഫോമിൻ്റെ ഒരു അഹങ്കാരത്തോടുകൂടി തന്നെ അരുൺ സംസാരിക്കുന്നുണ്ട്. എന്നാൽ അതിനെല്ലാം തന്നെ പുല്ല് വില നൽകിക്കൊണ്ട് തന്നെ നമ്മുടെ സച്ചി വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആ ഒരു ദേഷ്യങ്ങളെല്ലാം തന്നെ അരുണിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെയും പിന്നീട് സച്ചിയെ കാണുമ്പോഴെല്ലാം തന്നെ അരുൺ അതേ രീതിയിൽ പ്രകടിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചിയുടെ വണ്ടിയുടെ ബ്രേക്ക് ആൻ്റണി പൊട്ടിക്കുന്നുണ്ടല്ലോ. അതിനുശേഷം സച്ചി വണ്ടി ഒഴിച്ച് ചെന്നിട്ട് വണ്ടി ഇടിച്ചു നിർത്തുന്നത് അരുണിൻ്റെ ബൈക്കിലേക്കാണ്. എന്നാൽ അരുൺ മനഃപൂർവ്വം തന്നെ സച്ചിയെ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചതാണെന്ന്, അതുകൊണ്ട് തന്നെ 6 മാസത്തേക്ക് സച്ചിയുടെ ലൈസൻസ് കട്ട് ചെയ്യണമെന്നൊക്കെ SIയോട് പറയുന്ന സമയത്ത് അദ്ദേഹവും അത് ശരിവെക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും വണ്ടി പിടിച്ചു വയ്ക്കുകയും മാത്രമല്ല 6 മാസത്തേക്ക് ലൈസൻസ് കട്ടാക്കുന്നതിന് വേണ്ടി നടപടികളെല്ലാം തന്നെ അരുൺ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ മറ്റൊരു പോലീസുകാരൻ മുഖേന തന്നെ സച്ചി പറഞ്ഞ സത്യാവസ്ഥയാണെന്നും അയാളുടെ വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിയതാണെന്നും എല്ലാം തന്നെ പറയുന്നുണ്ടെങ്കിലും അരുണിൻ്റെ നിർബന്ധപ്രകാരം തന്നെ അദ്ദേഹം ആ ഒരു സത്യാവസ്ഥ മറച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കെണിയിൽ നിന്ന് അടുത്ത കെണിയിലേക്ക് വീഴുന്നു എന്ന രീതിക്ക് തന്നെയാണ് സച്ചി മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം തന്നെ തരണം ചെയ്ത് നമ്മുടെ രേവതി സച്ചിയെ മുന്നോട്ട് തന്നെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.